ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി അടുത്ത ചോദ്യം നമ്മൾ പഠിച്ച നാല് പ്രിൻസിപ്പിൾസും നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളണം. അടുത്ത ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതുക. ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഷോൺ ബിലോ, എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഈസ് ഈക്വൽ ടു ആർ പി, സി എ ഈസ് ഈക്വൽ ടു പി ക്യു. അതിന് താഴെ രണ്ട് ചിത്രങ്ങളുണ്ട്, രണ്ട് ട്രയാങ്കിൾസാണ്, അതെല്ലാവരും വരച്ചെടുക്കണം. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി, സി ഡി എന്നൊരു ലൈൻ പെർപെൻഡിക്കുലറായിട്ട് എ ബിക്ക് വരയ്ക്കണം. അതിന് ഡി എന്ന പോയിൻ്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ ചിത്രം പി ക്യു ആർ, അതിന് പി ക്യു എന്നൊരു ലൈൻ ക്യു ആറിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നു. അതിന് എസ് എന്ന് പേര് കൊടുക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ, സി ഡിയും പി എസും തുല്യമാണോ, എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം സബ് ക്വസ്റ്റ്യൻസ് ആണ്. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് ആർ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെയും ഏരിയ തമ്മിലുള്ള പരപ്പളവ് തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്തെന്നാണ് ചോദ്യം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സി ഡിയും പി എസും ഈക്വലാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് പറയുന്നുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. അതുപോലെ തന്നെ ബി സി ഈസ് ഈക്വൽ ടു ആർ പി, സി എ ഈസ് ഈക്വൽ ടു പി ക്യു. അതായത് ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സും ഈക്വലാണ്. സൈഡ്സ് മൂന്നും ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആംഗിൾസും ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്ന് പറയുന്നുണ്ട്. ബി സി ഈസ് ഈക്വൽ ടു ആർ പി. അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡും ആർ പി എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അപ്പോൾ ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. ബി സി ഈസ് ഈക്വൽ ടു ആർ പി, ബി സിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ. സോ ദെൻ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബി സിയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ആർ പിയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ ക്യൂ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ബി സി എ പിക്ക്, ബി സി ആർ പിക്ക് തുല്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ സി എ എന്ന് പറയുന്ന സൈഡ് പി ക്യൂവിന് തുല്യമാണെന്നും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ക്വസ്റ്റിന് പറയുന്നുണ്ട് സി എ ഈസ് ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സി എ ഈസ് ഈക്വൽ ടു പി ക്യൂ. ദെൻ സി എ പി ക്യൂവിന് ഈക്വൽ ആണെങ്കിൽ സി എയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു, സി എയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ ബി. അതുപോലെ പി ക്യൂ, പി ക്യൂവിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ആർ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് വരും. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് കിട്ടി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്, സിമ്പിൾ കണ്ടാൽ അറിയാം. ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളും അല്ലെങ്കിൽ ക്യു എസ് പി, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ, അതുപോലെ തന്നെ ആംഗിൾ ക്യു എസ് പി, ആംഗിൾ ക്യു എസ് പി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ഡി സി, അതുപോലെ ട്രയാങ്കിൾ പി ക്യു എസ്, ട്രയാങ്കിൾ പി ക്യു എസ്, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ എ ഡി എസ് എന്ന് പറയുന്ന ആംഗിളും അതുപോലെ തന്നെ ക്യു എസ് പി എന്ന് പറയുന്ന ആംഗിളും ഈക്വലാണ്. കാരണം രണ്ട് 90 ഡിഗ്രിയാണ്. കൂടാതെ നമുക്കിതിനകത്ത് എ ഡി എന്ന് പറയുന്ന സൈഡ് അതുപോലെ ക്യു എസ് എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സി ഡി എന്ന് പറയുന്ന സൈഡും അതുപോലെ പി എസ് എന്ന് പറയുന്ന സൈഡും എ ഡി എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും പെർപെൻഡിക്കുലർ സൈഡാണ്. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ട് പറയുന്നത് ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എയും ഡിയും ക്യൂവിനും എസിനും ഈക്വലാണ്. എ ബി സി എന്ന എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും ഈ പി ക്യു എസിലെ ആംഗിൾ ക്യൂവിനും ആംഗിൾ എസിനും ഈക്വലാണ്. അതുപോലെ തന്നെ ഇവിടെ എ സി എന്ന് പറയുന്ന സൈഡ് പി ക്യു എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എ സി അല്ലെങ്കിൽ സി എ എന്ന് പറയുന്ന സൈഡ് പി ക്യുവിന് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആംഗിൾ എ സി ഡി, ഇവിടെ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ച
നിയമം അനുസരിച്ച് ഒരു ട്രയാങ്കിളിൻ്റെ വൺ സൈഡും, അതായത് ഒരു വശവും അതിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന രണ്ടറ്റത്തും വരുന്ന കോണുകളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ രണ്ടറ്റത്തും വരുന്ന കോണുകൾക്ക് തുല്യമാണെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ കോണും മറ്റു രണ്ട് വശങ്ങളും തുല്യമായിരിക്കും നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് പറയാവുന്നത് രണ്ട് വശങ്ങളും ഒരു കോണും, അതായത് 2 sides ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദെൻ തേർഡ് സൈഡ് ആൻഡ് റിമൈനിങ് 2 angles ആർ ഈക്വൽ എന്നൊരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പറയാം ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഒരു സൈഡും അതുപോലെ ഒരു വശവും അതിൻ്റെ മറ്റ് രണ്ട് കോണുകളും തുല്യമാണ് നമുക്ക് പറയാം. ഇവിടെ ADC എന്ന് പറയുന്ന ട്രയാങ്കിളും അതുപോലെ തന്നെ QSP എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്ത് വരുന്ന കോണുകളും, വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ PQS ആർ ഈക്വൽ, സോ ദ തേർഡ് സൈഡ് ആൻഡ് റിമൈനിങ് 2 angles ആർ ഈക്വൽ നമുക്ക് പറയാം. അതായത് വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ ബോത്ത് ട്രയാങ്കിൾസ് ADS ആൻഡ് PQS. ADS PQS എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിലെയും ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്ത് വരുന്ന കോണുകളും തുല്യമായതിനാൽ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ കോണും അതുപോലെ തന്നെ മറ്റ് രണ്ട് വശങ്ങളും തുല്യമായിരിക്കും എന്ന് പറയാം. അപ്പോൾ അതായത് CA PQവിന് ഈക്വലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഇവിടെ ആ പറഞ്ഞ നിയമം നിങ്ങൾ എഴുതി ചേർക്കണം. നമ്മൾ എഴുതിയിട്ടുണ്ട്, ബോക്സിനകത്ത് എഴുതിയിരിക്കുന്ന ആ നിയമം തന്നെയാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്തേണ്ടത് ദെൻ CD ഈസ് ഈക്വൽ ടു PS എന്ന് പറയാം. ദെൻ CD ഈസ് ഈക്വൽ ടു PS. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു CD PSന് ഈക്വലാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആ നിയമം ഇവിടെ എഴുതി ചേർത്തതിന് ശേഷം മാത്രം ലാസ്റ്റാണ് ഇത് എഴുതേണ്ടത്. ദെൻ CD ഈസ് ഈക്വൽ ടു PS എഴുതുക. വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദെൻ തേർഡ് ആംഗിൾ ആൻഡ് റിമൈനിങ് 2 sides ആർ ഈക്വൽ, ദെൻ CD ഈസ് ഈക്വൽ ടു PS. ആ നിയമം ഇവിടെ എഴുതി ചേർക്കണം. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ CD ഈസ് ഈക്വൽ ടു PS എന്ന കൺക്ലൂഷനായിട്ട് എഴുതുക. ഇതാണ് അതിനകത്ത് സബ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ആൻസർ. ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR? ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ PQR എന്നിവയുടെ ഏരിയ പരപ്പളവ് തമ്മിലുള്ള റിലേഷൻ ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB ഈസ് ഈക്വൽ ടു QR എന്ന് പറയുന്നുണ്ട്. AB ഈസ് ഈക്വൽ ടു QR എന്നുണ്ട്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. AB ഈസ് ഈക്വൽ ടു QR, അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെയും ബേസാണ് AB എന്ന് പറയുന്നതും QR എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. AB ഈസ് ഈക്വൽ ടു QR. അതുപോലെ തന്നെ CD ഈസ് ഈക്വൽ ടു PS എന്ന് നമ്മൾ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട്. CD ഈസ് ഈക്വൽ ടു PS എന്ന് തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിളിൻ്റെ ബേസും അതുപോലെ തന്നെ ഹൈറ്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ആർ ഈക്വൽ എന്ന് പറയും. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വൽ ആണെന്ന് പറയും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ആർ ഈക്വൽ എന്ന് പറയാം. അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് ട്രയാങ്കിളിൻ്റെയും ബേസും അതുപോലെ തന്നെ ഹൈറ്റും ഈക്വലാണ്. ഇവിടെ ABക്ക് ഈക്വലാണ്, QR എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. CD എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ സൈഡ് PSന് ഈക്വൽ ആണെന്ന് തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ABS എന്ന് പറയുന്ന ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ, അതിനകത്ത് ആ ചോദ്യത്തിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യനിൽ എഴുതിയെടുക്കുക. ഇൻ ദ ക്വാഡ്രിലേറ്ററൽ ABCD ഷോൺ ബിലോ ദ സൈഡ്സ് AB ആൻഡ് CD ആർ പാരലൽ. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ് BC. അതിന് താഴെ ഈ ചിത്രം വരയ്ക്കണം. ABCD, ഇവിടെ മിഡ് പോയിൻ്റ് ആയിട്ട് M എന്ന് കൊടുക്കുക, ഇവിടെ N. ഈ വരച്ച ചിത്രത്തിന് താഴെയായിട്ട് ദ ലൈൻസ് DM ആൻഡ് AB എക്സ്റ്റെൻഡ് മീറ്റ് അറ്റ് N. ഇവിടെ DM അതുപോലെ തന്നെ AB എന്ന് പറയുന്ന ലൈൻ അത് N എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്നു. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ABCD എന്ന് പറയുന്ന ആ തന്നിരിക്കുന്ന ചിത്രത്തിൽ അതൊരു കോർഡിനേറ്റ് ആണ്. അതിൻ്റെ സൈഡ്സ് ABCDയും പാരലാണ്. ABയും CD എന്ന് പറയുന്ന ഈ രണ്ട് സൈഡ്സ് പാരലാണ്. അതുപോലെ BC എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് M എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് DMഉം ABയും എക്സ്റ്റെൻഡ് ചെയ്ത് N എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ DCM ആൻഡ് ട്രയാങ്കിൾ BMN ഈക്വൽ വൈ. അതായത് DCM എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും BMN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വൽ ആണോ, എന്തുകൊണ്ട് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയാസ് ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ABCD ആൻഡ് ദ ട്രയാങ്കിൾ ADN. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയും ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ DCM ആൻഡ് ട്രയാങ്കിൾ BMN ഈക്വൽ വൈ.
അതായത് ഡി സി എം എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ട്രയാങ്കിൾ ഡി സി എമ്മിൻ്റെയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ബി എം എൻ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണോ? ഡി സി എമ്മും ബി എം എൻ എന്ന രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആണോ എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന രണ്ട് സൈഡ് പാരലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഡി എം നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഡി സി എം എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെയും ബി എം എൻ എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെയും ആംഗിൾ ഡി എം സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ഡി എം സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം എൻ, ആംഗിൾ ബി എം എൻ. കാരണം രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ഡി എം സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം എൻ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, കാരണം രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. കൂടാതെ ആംഗിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ആംഗിൾ എൻ ബി എം, ആംഗിൾ എൻ ബി എം. രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ രണ്ട് പാരലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡി സിയും അതുപോലെ തന്നെ എ ബിയും പാരലൈൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് മൂന്നാമത്തെ ലൈൻ ഇൻ്റർസെക്റ്റ് കിട്ടിയ ബി സി എന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഡി സി എമ്മും അതുപോലെ തന്നെ എൻ ബി എം. അതിനാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത്. ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത്. ആയതിനാൽ നമുക്ക് ബി എം ഈസ് ഈക്വൽ ടു സി എം എന്ന് പറയാം. ബി എം ഈസ് ഈക്വൽ ടു സി എം. കാരണം എം എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ്. എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി. എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് സൈഡ് ബി സി. എം എന്ന് പറയുന്നത് ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് ബി എം ഈസ് ഈക്വൽ ടു സി എം എന്ന് പറയാം. അതനുസരിച്ച് നമ്മൾ പഠിച്ച നിയമം, രണ്ട് ട്രയാങ്കിളിനെയും ഓരോ സൈഡും ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്ത് വരുന്ന കോണുകളും രണ്ട് ത്രികോണത്തിലും തുല്യമാണ്. അതായത് ഡി സി എം എന്ന് പറയുന്ന ട്രയാങ്കിളിനും അതുപോലെ തന്നെ ബി എം എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിനെയും ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്ത് വരുന്ന കോണുകളും തുല്യമാണ്. അപ്പോൾ രണ്ട് ത്രികോണത്തിലെയും മൂന്നാമത്തെ കോണും അതുപോലെ തന്നെ മറ്റ് രണ്ട് വശങ്ങളും തുല്യമാണെന്ന് നമുക്ക് പറയാം. വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആംഗിൾസ് ഓഫ് triangle DCM and triangle BMN are equal. So the third angle and remaining two sides are equal. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് ആ നിയമം എഴുതണം. അതനുസരിച്ച് നമുക്ക് രണ്ട് ത്രികോണത്തിലെയും മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും തുല്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. ആയതിനാൽ നമുക്ക് എന്ത് പറയാം, DCM എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും അതുപോലെ BMN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണ് എന്ന് പറയാം, തുല്യമായിരിക്കും എന്ന് പറയാം. അതായത് മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും തുല്യമാണ്. രണ്ട് ത്രികോണത്തിൻ്റെയും മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും, മൂന്ന് സൈഡ്സും 3 sides and 3 angles are equal in both triangles. Then the area of the triangle DCM and BMN are equal. അതായത് DCM എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെയും BMN എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെയും മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും തുല്യമാണ്. ആയതിനാൽ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമായിരിക്കും എന്ന് പറയാം. ഇതാണ് അതിനകത്ത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, ഉത്തരം എന്ന് പറയുന്നത്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററലിൻ്റെയും ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ABCD ആൻഡ് ദ ട്രയാങ്കിൾ ADN? അതായത് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെയും ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും റിലേഷൻ എന്തെന്നാണ് ചോദ്യം. ഇവിടെ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിനകത്ത് ABMD ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ്, അതായത് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിനകത്ത് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ് ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ് ട്രയാങ്കിൾ DCM. അതായത് ABMD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയും DCM എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടി ചേരുമ്പോഴാണ് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ കിട്ടുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABCD ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ DCM. അടുത്ത അതുപോലെ തന്നെ ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ, ട്രയാങ്കിൾ ADNൻ്റെ ഏരിയ എന്ന് പറയുന്നത് ABMD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ, ABMD ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BMN, ഏരിയ ഓഫ് ട്രയാങ്കിൾ BMN. ഈ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. ആയതിനാൽ ഈ രണ്ട് ചിത്രങ്ങളും, അതായത് ഈ രണ്ട് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയും ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഇവിടെ DCM എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും BMN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ADN എന്ന് പറയുന്ന ട്രയാങ്കിളിലും
അതുപോലെ ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററിലും ഈ രണ്ട് ട്രയാങ്കിൾസ് ഉൾപ്പെടുന്നുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ABMD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററാണ്. മറ്റ് രണ്ട് ട്രയാങ്കിൾസും ഈക്വലാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയയും അതുപോലെ ADN എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കുക. ആർ ദ ടു ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ? ആർ ദ ടു ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ? താഴെ ചിത്രമുണ്ട്, ചിത്രം എല്ലാവരും വരച്ചെടുക്കണം. ABCD എന്ന റെക്റ്റാങ്കിളാണ്. അതിനകത്ത് ആർ ദ ടു ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ? ഈ രണ്ട് ഡയഗണൽസും, ഈ റെക്റ്റാങ്കിൾ രണ്ട് ഡയഗണൽസും ഈക്വൽ ആണോ, എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതും ട്രയാങ്കിൾ ABDയും പരിഗണിച്ചാൽ, അതായത് ABC എന്ന ട്രയാങ്കിളും ABD എന്ന ട്രയാങ്കിളും പരിഗണിച്ചാൽ ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ BAD അല്ലെങ്കിൽ ആംഗിൾ DAB എന്ന് പറയാം. ആംഗിൾ BAD, കാരണം രണ്ടും 90 ഡിഗ്രിയാണ്. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി വീതമാണ് നമുക്കറിയാം. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ BAD എന്ന് പറയാം. രണ്ടും 90 ഡിഗ്രി വീതമാണ്. കൂടാതെ AB ഈസ് ഈക്വൽ ടു, AB രണ്ട് ട്രയാങ്കിളിലെ കോമൺ സൈഡാണ്. AB ഈസ് ഈക്വൽ ടു AB, അത് കോമൺ സൈഡാണ്, രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് ഓഫ് ദി ബോത്ത് ട്രയാങ്കിൾസ്. അതുപോലെ AD ഈസ് ഈക്വൽ ടു BC എന്ന് പറയാം. AD ഈസ് ഈക്വൽ ടു BC, റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ AD ഈസ് ഈക്വൽ ടു BC. അതനുസരിച്ച് രണ്ട് ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും അതുപോലെ തന്നെ ABD എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് രണ്ട് വശവും അവ ചേരുന്ന കോണും രണ്ട് ത്രികോണങ്ങളിലും തുല്യമാണ്. ആയതിനാൽ നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ വശവും മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും എന്ന് പറയാം. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് രണ്ട് ത്രികോണങ്ങളിലെയും തേർഡ് സൈഡ്, മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഡയഗണൽസ് ആണ്. നമ്മുടെ റെക്റ്റാങ്കിളിലെ ഡയഗണൽസ് വികരണങ്ങളാണ്. ആയതിനാൽ റെക്റ്റാങ്കിളിലെ ഡയഗണൽസ് ഈക്വലാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് one side, two sides and included angle of both triangles ABC and ABD are equal. So the third side of the both triangles are equal. Third side എന്ന് പറയുന്നത് AC is equal to BD. ഈ പറഞ്ഞ നിയമം എഴുതണം, എഴുതിയതിന് ശേഷമാണ്. സോ AC is equal to BD എന്ന് പറയാം. ACയും BD എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിലെ ഡയഗണൽസ് ആണ്. അതുകൊണ്ട് രണ്ട് ത്രികോണങ്ങളിലെയും ഈ ഡയഗണൽസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് എന്തെന്ന് പറയാം, തുല്യമാണ്, ഈക്വലാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സൈഡ് ഹെഡിങ് എഴുതിയ പുതിയൊരു ടോപ്പിക്കാണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് സൈഡ് ഹെഡിങ്. ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അതിന് താഴെയായിട്ട് ഞാൻ ഈ പറയുന്ന നിയമം എഴുതണം. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദീസ് സൈഡ്സ് ആർ ആൾസോ ഈക്വൽ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ തുല്യമായ വശങ്ങൾക്ക് എതിരായിട്ട് വരുന്ന, അതായത് ഓപ്പോസിറ്റായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്നതാണ് ഒന്നാമത്തെ നിയമം. അത് എഴുതി വയ്ക്കുക. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദീസ് സൈഡ്സ് ആർ ആൾസോ ഈക്വൽ. അതായത് ഒരു ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് എതിരായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്നതാണ് ഒരു നിയമം. തൊട്ട് താഴെയായിട്ട് രണ്ടാമതൊരു നിയമമുണ്ട്, അതും കൂടി എഴുതി വയ്ക്കണം. ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അതായത് ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ തുല്യമായിട്ട് വരുന്ന കോണുകളുടെ എതിരായിട്ട് വരുന്ന വശങ്ങളും തുല്യമായിരിക്കും എന്നതാണ് അടുത്തൊരു നിയമം. അതിനോടൊപ്പം മൂന്നാമതൊരു നിയമം കൂടിയുണ്ട്. ഈ പറഞ്ഞത് എഴുതിയൊരു ബോക്സിനകത്തേക്ക് ഇട്ടുകൊണ്ട് മൂന്നാമത്തെ നിയമം, ഇൻ എനി ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. ഏതൊരു സമപാർശ്വ ത്രികോണത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും ഏതൊരു സമഭുജ ത്രികോണത്തിൻ്റെയും ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. അതായത് ഏതൊരു സമഭുജ ത്രികോണത്തിൻ്റെയും ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് അത് ചെയ്യുന്ന രീതി പറഞ്ഞുതരും. 4 ചോദ്യങ്ങളുണ്ട്, അത് ഹോംവർക്കായിട്ട് ചെയ്യണം എല്ലാവരും. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ആദ്യം എഴുതിയെടുക്കുക. അതിന് സബ്ബായിട്ട് 4 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഓരോന്നിലും ആംഗിൾസ് കണ്ടെത്താനാണ്. സം ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ
ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ ഫൈൻഡ് ദ അതർ ആംഗിൾസ്. അതായത് കുറച്ച് സമപാർശ്വ ത്രികോണങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. അതിൽ വിട്ടുപോയിട്ടുള്ള കോണുകൾ കണ്ടെത്തണം. ഒരു കോണ് തന്നിട്ടുണ്ട്, മറ്റ് വിട്ടുപോയിട്ടുള്ള കോണുകൾ കണ്ടെത്തണം. അതാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ചിത്രം ഇതാണ്. ചിത്രം എല്ലാവരും വരച്ചെടുക്കണം. ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അത് ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്യണം. ABC. അതിനകത്ത് ഒരു കോൺ തന്നിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ ACBC, ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം ACBC എന്നീ രണ്ട് വശങ്ങളാണ്. അതിൽ ABCB മുകളിലാണ്, ABC. ഇവിടെ ABBC എന്നീ രണ്ട് വശങ്ങളാണ് തുല്യമായ വശങ്ങൾ. അതായത് സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങളാണ് ABയും BCയും. അതിൽ AC എന്ന വശം തുല്യമല്ലാത്ത വശമാണ്. ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ ഈ BC എന്ന വശവും, അതായത് AB ഈസ് ഈക്വൽ ടു BC ആയതുകൊണ്ട് തന്നെ രണ്ടും അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും. അതായത് BCയുടെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി, അപ്പോൾ ABയുടെ ഓപ്പോസിറ്റും 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 30 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 3 കോണുകളുടെയും കൂടി തുക 180 ഡിഗ്രിയാണ്. ആയതിനാൽ 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി സമം 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി സമം 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ കോൺ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് മറ്റു രണ്ടും നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ രീതിയിലാണ് തന്നിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് PQR എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. PQRൽ PQR 40 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകളും കണ്ടെത്തണം. അതായത് മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടെത്തണം. ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതിൽ ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് PR-ഉം RQമാണ്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആകുമ്പം ഈ രണ്ട് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രി ആംഗിൾ P പ്ലസ് ആംഗിൾ Q എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്ന് 40 മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ 140 ഡിഗ്രി എന്ന് വരും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ ആംഗിൾസും കിട്ടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആൻസർ. അത് നിങ്ങൾ ചെയ്ത് കണ്ടെത്തണം. ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്ത് കണ്ടെത്തിക്കൊള്ളണം. അടുത്ത മൂന്നാമത്തെ ചോദ്യം XZY. X ഇവിടെ 20 ഡിഗ്രി 20 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടെത്താൻ, അതായത് XYയും XZുമാണ് ഈക്വൽ. XYയും XZുമാണ് ഈക്വൽ. ഇവിടെ ഈ രണ്ട് ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 180 നിന്ന് 20 ഡിഗ്രി മൈനസ് ചെയ്താൽ 160 ഡിഗ്രി എന്ന് കിട്ടും. 160 ഡിഗ്രിയാണ് ഈ രണ്ട് ആംഗിൾസിൻ്റെ സം. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇസഡും വൈയും എന്ന് പറയുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കിട്ടും. കാരണം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ച നിയമം നമ്മൾ പറഞ്ഞായിരുന്നു, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഒരു ഐസോസെലസ് ട്രയാംഗിളിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ സം കിട്ടുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്ത ഇനി LMN എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും കൂടിയുണ്ട്. ചിത്രം ഇതാണ്. ഇത് നിങ്ങൾ വരച്ച് നിങ്ങൾ ചെയ്ത് കണ്ടെത്തിക്കൊള്ളണം. അതിനകത്ത് LMN ആംഗിൾ L എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ രണ്ട് മറ്റ് എമ്മും എന്നും എന്ന് പറയുന്ന ആംഗിളാണ്. അവിടെ LM LN എന്ന് പറയുന്ന LMM LN എന്ന് പറയുന്ന സൈഡ്സാണ് ഈക്വൽ സൈഡ്സ്. ഇവിടെ നമ്മൾ ഈ മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനായി, ഈ മറ്റ് രണ്ട് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രിയിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി. 80 ഡിഗ്രി എന്ന് കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മറ്റ് രണ്ട് ആംഗിൾസ് ആംഗിൾ എമ്മും ആംഗിൾ എന്നും കിട്ടും. ആംഗിൾ M ഈസ് ഈക്വൽ ടു ആംഗിൾ N ആണ്. അപ്പോൾ മറ്റ് രണ്ട് ആംഗിൾസ് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. 180 നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 80 വരും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് രണ്ട് ആംഗിൾസും കിട്ടും. അപ്പോൾ അത് ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 120 ഡിഗ്രി. ഇത് ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 90 ഡിഗ്രിയും മലയാളം മീഡിയങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 120 ഡിഗ്രിയുമാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്? അത് രണ്ടും വരുന്നത് പറഞ്ഞുതരാം. 1 ആംഗിൾ 120 ഡിഗ്രി, അതായത് ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റിനകത്ത് 120 ഡിഗ്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ആംഗിൾ, അതായത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് എത്ര ഡിഗ്രി വീതമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 120 ഡിഗ്രി ഒരു ആംഗിൾ ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസും എത്ര ഡിഗ്രി വീതമായിരിക്കും എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു ആംഗിൾ 120 വന്നാൽ രണ്ടാമത്തെ 120 വരത്തില്ല. കാരണം അപ്പോൾ അത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആംഗിളിൻ്റെ കാറ്റഗറിയിൽ വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ട്രയാംഗിളിൻ്റെ ആംഗിൾസിൽ സം 180 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റ് രണ്ട് ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രിയിൽ നിന്നും 120 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ
നമുക്ക് ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടി സം കിട്ടും. ഇപ്പോൾ ഇവിടെ എ ബി സി എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. ദെൻ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 60 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് കിട്ടും. ഈ രണ്ട് ആംഗിൾസും 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് അതിനകത്തുള്ള ഒന്നാമത്തെ ചോദ്യം. അവിടെ ഇത് 120 ഡിഗ്രി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റിനകത്ത് 120 ഡിഗ്രിയാണ്. ഇനി ഇത് 90 ഡിഗ്രി ആണ് എങ്കിൽ, അടുത്ത രണ്ടാമത്തത് 90 ഡിഗ്രി ആണ് എങ്കിൽ, അത് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റിനകത്ത് 90 ഡിഗ്രി എന്നാണ്. 90 ഡിഗ്രി ആണ് എങ്കിൽ നമുക്ക് ചെയ്ത പോലെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റു രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു, ഓരോ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ബിയും എന്ത് തന്നെ വരും, 45 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. അപ്പോൾ രണ്ട് ആംഗിൾ 45 ഡിഗ്രി വീതം കിട്ടും. ഇനി അടുത്തത്, ഈ ചോദ്യം എല്ലാവരും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ രണ്ട് ആംഗിൾ 45 ഡിഗ്രി വീതം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. 1 ആംഗിൾ ഓഫ് ആൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും രണ്ട് മെഷറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും പറയാം. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 60 ഡിഗ്രി. ഇത് ഇംഗ്ലീഷ് മീഡിയം നിങ്ങളുടെ ടെക്സ്റ്റിന് 60 ഡിഗ്രി. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്, മറ്റ് രണ്ട് ആംഗിൾസും എത്ര ഡിഗ്രി വീതം എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 60 ഡിഗ്രി ഇട്ട് 90 ഡിഗ്രി ഇട്ടതാണ്. രണ്ടാമത് മലയാളം മീഡിയംകാരുടെ ടെക്സ്റ്റിനകത്ത് 90 ഡിഗ്രി ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 90 ഡിഗ്രി ഇട്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ രീതി തന്നെ ചെയ്യുക. അപ്പോൾ 60 ഡിഗ്രിയാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിനകത്ത് ഈ 60 ഡിഗ്രി തന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഐസോസെലസ് ട്രയാംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 ആംഗിളും 60 ഡിഗ്രി എന്നേ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഇവിടെ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. പി ക്യു ആർ എന്ന് വന്നിരിക്കുന്നു. ഇവിടെ 60 ഡിഗ്രി. മറ്റ് രണ്ട് ആംഗിൾസും എത്ര ഡിഗ്രി വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആംഗിൾ ക്യു പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്നുള്ള രീതി പറഞ്ഞാൽ തന്നെ ആംഗിൾ ക്യു കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു, ഇവിടെ 120 ഡിഗ്രിയാണ് ഈ രണ്ട് ആംഗിൾസിൻ്റെയും നമുക്ക് സമ്മായിട്ട് കിട്ടിയിരിക്കുന്നത്. ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു, ഇവിടെ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ഈക്വലാണ്. 120 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ദെയർഫോർ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നെ വരും. അപ്പോൾ 3 ആംഗിളും 60 ഡിഗ്രി വീതമാണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ അല്ല, ഇക്വലേറ്റർ ട്രയാംഗിൾ ആയിരിക്കും. അപ്പോൾ ഇത് 3ഉം 60 ഡിഗ്രി വീതം എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മലയാളം മീഡിയം ടെക്സ്റ്റിനകത്ത് 90 ഡിഗ്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും മെഷർ കറക്റ്റ് വരേണ്ടത്. ഇവിടെ നിന്നാലും 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിൾ എന്ന കാറ്റഗറിയിൽ നിന്ന് അത് മാറ്റപ്പെടും. കാരണം 3 ആംഗിൾസ് 3ഉം 60 ഡിഗ്രി വീതം എന്ന് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അതൊരിക്കലും ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഇക്വലേറ്റർ ട്രയാംഗിൾ എന്നേ പറയാൻ പറ്റൂ. അടുത്തായിട്ട് ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അത് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് A, B ആർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. അതായത് തന്നിരിക്കുന്ന ചിത്രത്തിൽ ആ വൃത്തത്തിൽ O എന്ന് പറയുന്ന സർക്കിളിൻ്റെ കേന്ദ്രമാണ്, വൃത്ത കേന്ദ്രമാണ് O എന്ന് പറയുന്നത്. A, B എന്ന് പറയുന്നത് സർക്കിളിലെ പോയിൻ്റാണ്, വൃത്തത്തിലെ പോയിൻ്റാണ്. കമ്പ്യൂട്ട് ആംഗിൾ A ആൻഡ് ആംഗിൾ B. ചിത്രം ഇതാണ്. ചിത്രം നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവത്തുള്ളൂ. ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. അതിനകത്ത് വൃത്തത്തിൽ ഒരു ത്രികോണം, ഈ വൃത്തത്തിൽ നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന വൃത്ത കേന്ദ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ, അവിടെ നിന്നും ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിൽ ഈ സൈഡ്സ് കൂട്ടി യോജിപ്പിക്കുന്നു. അതിനകത്ത് പേര്, ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. ആംഗിൾ സി 60 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. കമ്പ്യൂട്ട് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി എന്നാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് O എന്ന് പറയുന്നത്, ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് O എന്ന് പറയുന്നത് ABO ആണ്. ഇവിടെ C അല്ല, ABO ആണ്. ഇവിടെ O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നുണ്ട്. എയും ബിയും സർക്കിളിലെ പോയിന്റുകളാണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ തന്നിരിക്കുന്നതിനകത്ത് OA എന്ന് പറയുന്ന സൈഡും OB എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. OA ഈസ് ഈക്വൽ ടു OB. കാരണം ഇത് OAയും OBയും റേഡിയസ് ആണ്. നമുക്ക് ആ സർക്കിളിലെ റേഡിയസ് ആണ്
ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി, കാരണം രണ്ടും റേഡിയസ് ആണ്, ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇല്ല, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്, കാരണം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. ഒ എയും ഒ ബിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഒയുടെ ഓപ്പോസിറ്റ് ബിയും ഒ ബിയുടെ ഓപ്പോസിറ്റ് എയും ആണ്. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം. ഇനി നേരത്തെ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിക്കാനായിട്ട് അത് നമുക്ക് ഈ രണ്ട് ആംഗിളിനെയും കൂടി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് വരും. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ദെയർഫോർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾസ് മൂന്നും 60 ഡിഗ്രി വീതം നമുക്ക് കിട്ടും. അപ്പോൾ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle. In the figure below O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? ചിത്രം എല്ലാവരും വരച്ചെടുക്കണം. അതായത് ഈ തന്നിരിക്കുന്ന ചിത്രം വരച്ചെടുക്കുക, എന്നാൽ മാത്രമേ ആ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ചിത്രം എല്ലാവരും വരച്ചെടുക്കണം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. ചോദ്യം ഇതാണ്. ഈ ചിത്രം എല്ലാവരും വരയ്ക്കുക. ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും അതിനകത്ത് 3 ട്രയാങ്കിൾസ് ഇതുപോലെ വരയ്ക്കണം. ബി എ ബി സി, ഇതാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിള്. അതിൽ ഇത് 120 ഡിഗ്രി, ഇവിടെയും ഒരു 120 ഡിഗ്രി. ഇത് ഒ ആണ്. ഇവിടെ എ ബി സി എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ ഫിഗർ ബിലോ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഒ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്ററാണ്. ആൻഡ് എ ബി സി ആർ പോയിൻറ്റ്സ് ഓൺ സർക്കിൾ. എ ബി സി എന്ന് പറയുന്ന സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾസ്. നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് ഇവിടെ ഒ എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നത്, ഇവിടെ എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്താൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി, കാരണം റേഡിയസ് ആണ്. ഒ എ ഈസ് ഈക്വൽ ടു ഒ സി, അത് റേഡിയസ് ആണ്, ട്രയാങ്കിളിൻ്റെ റേഡിയസ് ആണ്. സോറി, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഒ എയും ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഇവിടെ ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ. ആംഗിൾ ഒ സി എ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇവിടെ ഈ രണ്ട് ആംഗിളിനെയും കൂടി സം കാണാൻ. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണ്. ആയതിനാൽ ഈ ഒ സി എന്ന് പറയുന്ന ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ നമുക്ക് ഒ എ ഒ ബി റേഡിയസ് ആണ്. ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് പറയാം. ഈ രണ്ട് സൈഡും സർക്കിളിൻ്റെ, അതായത് ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് ട്രയാങ്കിൾ ഒ എ ബി, ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് ഒ ബി ഈസ് ഈക്വൽ ടു ഒ എന്ന് പറയാം. ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി, കാരണം റേഡിയസ് ആണ്. ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി, കാരണം റേഡിയസ് ആണ്. അതുപോലെ ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് ആംഗിൾ ഒ എ ബി, ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ എന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ ഒ എ ബി 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒ ബി എയും 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ചെയ്യാവുന്നത്, ഇവിടെ ആംഗിൾ എ ഈ രണ്ട് ആംഗിളോട് പ്ലസ് ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് 120 ഡിഗ്രിയാണിത്. 120 രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഈ വന്നിരിക്കുന്ന രണ്ട് ആംഗിൾസും ഈക്വലാണ്. അതായത് എ ഒ സിയും എ ഒ ബിയും ഈക്വലാണ്. അതായത് രണ്ട് സൈഡുകൾ 2 സൈഡ് ആൻഡ് ഇൻക്ലൂഡ് ദ ആംഗിൾ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദെൻ
ഇറ്റ്സ് തേർഡ് സൈഡ് ആൻഡ് റിമൈനിങ് 2 ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിയമം അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് എ സി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറയാം. എ സി ഈസ് ഈക്വൽ ടു എ ബി, ആ നിയമം എഴുതിയിട്ട് വേണം ഇത് എഴുതാനായിട്ട്. എ സി ഈസ് ഈക്വൽ ടു എ ബി എന്ന് വരും. അപ്പോൾ ആയതിനാൽ നമുക്ക് ഓരോ ആംഗിളായിട്ട് നമുക്ക് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ വന്നിരിക്കുന്നതിനകത്ത് ഇവിടെ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും 30 ഡിഗ്രിയുമാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ആംഗിൾ നമുക്ക് അതേ രീതിയിൽ തന്നെ ഇവിടെ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണോ അത് തന്നെയായിരിക്കും മറ്റ് 2 ആംഗിൾസും വരുന്നത്. ഇവിടെ നമുക്ക് ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ ബി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവിടെ ഈ തന്നിരിക്കുന്ന 120 ഡിഗ്രി രണ്ട് നമ്മൾ പഠിച്ചാണ്. നമ്മൾ ഈ 3 ട്രയാംഗിളിൽ ഇവിടെ ആംഗിൾസ് നമുക്ക് ഈക്വലാണ്. ഇവിടെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആയതിനാൽ ഇവിടെ നമുക്ക് 30 ഡിഗ്രിയാണ്. ഇവിടെ 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ രണ്ടും 30 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ സിയും ഇതേ രീതി തന്നെയാണ് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് എ ബി സി എന്ന് പറയുന്ന 3 ആംഗിളും. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പഠിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ചോദ്യം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി അടുത്ത ദിവസം.